സോളാർ സെല്ലാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാരറ്റസ്. ഇതിൽ ഒന്നുമില്ല കണക്ഷൻ, ജസ്റ്റ് സോളാർ സെല്ലിൻ്റെ അവിടുന്ന് 2 വയർ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് സോളാർ ലാമ്പിൻ്റെ അവിടുന്ന് വരുന്ന വയറാണ്. ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഇവിടുത്തെ പോസിറ്റീവിലോട്ടും അതിൻ്റെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുക. പിന്നെ ഇത് അമ്മീറ്ററാണ്. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്നുള്ള ഇത് കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ ഇവിടുത്തെ പോസിറ്റീവ് ഉണ്ട്, അത് ഇവിടുത്തെ പോസിറ്റീവ് കൊടുക്കുക. അതായത് അമ്മീറ്റർ നമ്മൾ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യണത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഈ എൻഡിലോട്ട് കൊടുത്തു, അതിൻ്റെ നെഗറ്റീവ് ഈ എൻഡിലോട്ടും കൊടുത്തു. ഇനി വോൾട്ട്മീറ്റർ ഉണ്ട്. വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് ഈ പോസിറ്റീവിലോട്ട് കൊടുക്കുക. അതുപോലെ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവ് ഇവിടുത്തെ നെഗറ്റീവിലോട്ടും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സർക്യൂട്ടിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാൽക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ISC എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അത് എടുക്കണം. അതുപോലെ VOC എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഓരോ ടേബിളിനും എടുക്കണം. ഡിസ്റ്റൻസ് നമ്മൾ 1, 2, 3, 4, 5 ടേബിൾ ഉണ്ട്. 5 ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും വേണം. അതുപോലെ തന്നെ ഓരോ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടും ISCയുടെ വാല്യൂവും VOCയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. ഇനി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇവിടെ വെക്കും. എന്നിട്ട് ഇവിടുന്ന് ഈ ലാമ്പിൻ്റെ ഇവിടെ വരെയുള്ള ഒരു മെഷർമെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ റെഫറൻസ് ആയിട്ട് ഈ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അറ്റന്ന് തൊട്ട് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതാണ് ഞങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡിസ്റ്റൻസ് മാറ്റുമ്പോൾ ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് ഇതെടുക്കുക, രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഈ തട്ടിലോട്ട് വെക്കുക, മൂന്നാമത്തേത് അടുത്ത തട്ടിലോട്ട്, അങ്ങനെ നാലാമത്തേത് ഇവിടെ, അഞ്ചാമത്തേത് അടിയിൽ. ഇങ്ങനെയാണ് ഡിസ്റ്റൻസിനെ വാരി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടും ISCയുടെയും അതുപോലെ VOC എടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ISC എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ റെസിസ്റ്ററിനെ നമ്മൾ മാറ്റുക. റെസിസ്റ്റൻസ് ബോക്സിനെ മാറ്റിയിട്ട് ഒരു വയർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പാരലലി കണക്ട് ചെയ്യണം. സമയത്ത് നമ്മുടെ വോൾട്ട് മീറ്റർ എന്തായിരിക്കും, 000 എന്നാണ് കാണിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്ററിൻ്റെ വാല്യൂ ഇല്ലേ, അമ്മീറ്ററിൽ കാണിക്കുന്ന വാല്യൂ, അതാണ് നമ്മുടെ ISC എന്ന് പറയുന്നത്. VOC കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കണക്ട് ചെയ്യണ്ട, ഈ വയറും കൂടെ ഇവിടുന്ന് മാറ്റുക, ഒന്നും കണക്ട് ചെയ്യാണ്ട് വെക്കുക. അപ്പോൾ നമുക്ക് അമ്മീറ്ററിൽ 000 എന്നാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വയറും കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അമ്മീറ്ററിൽ 000 എന്ന് കാണിക്കും, വോൾട്ട് മീറ്ററിൽ ഒരു വാല്യൂ കാണിക്കും. ഇതാണ് നമ്മുടെ VOC എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കണക്ട് ചെയ്യുക, പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇത് 1 ഇടുക. അപ്പോൾ 1 ഇടുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്റർ റീഡിങ്ങും കിട്ടും, അതുപോലെ വോൾട്ട് മീറ്റർ റീഡിങ്ങും കിട്ടും. അത് നമ്മൾ ഈ കോളത്തിൽ എഴുതുക. അങ്ങനെ ഇതിനെ മാറ്റി ഒരു 1 to 10 വരെ കിട്ടുകയാണെങ്കിൽ 10 വരെ എടുക്കുക, 9 വരെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അത് കൂടിയിട്ടാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.